ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നലെ മാർക്കറ്റിൽ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആകെ ഉണ്ടായിരുന്ന വ്യൂ, മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വോളറ്റിലിറ്റി ക്രിയേറ്റ് ചെയ്യാം, മാർക്കറ്റ് എന്ത് ചെയ്യാം, ഈ ഹൈഡ് ഐഡിയിൽ പോയിട്ട് അവിടുന്ന് റിജക്ട് ചെയ്യാം എന്നുള്ള ലെവലിലേക്ക് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എക്സാക്ട്ലി ഇന്ന് ഫസ്റ്റ് ഹാഫിൽ സംഭവിച്ചത് എന്ത് തന്നെയാണ്. മാർക്കറ്റ് ചെറിയ ഗ്യാപ്പിൽ ഓപ്പൺ ചെയ്തു. കോൾ സൈഡിലുള്ള പ്രീമിയം നന്നായിട്ട് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം 23,050 എന്നുള്ള ലെവലിൽ നമുക്ക് ഈ പ്രീമിയം തന്നെ ആദ്യം തന്നെ നോക്കിയിട്ട് പോകാം. കാരണം 23,050 പ്രീമിയം ആ സമയത്ത് മാർക്കറ്റ് താഴെ വരുന്ന സമയത്ത് പോലും എന്ത് ചെയ്തിട്ടുണ്ടായില്ല, ഡൗൺ സൈഡ് വരുന്നുണ്ടായില്ല. മാർക്കറ്റിൽ പ്രീമിയം മേലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് പ്രീമിയം മൂവ്മെൻ്റ് ആണ് കാര്യമായിട്ട് എന്ത് ചെയ്യണത്. ഇവിടെ നോക്കിയാൽ മതി, മാർക്കറ്റിൽ എന്ത് ചെയ്തു, ഈ ഒരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ 23,050 കോളിൻ്റെ പ്രീമിയം ഓപ്പൺ ചെയ്തു, മേലേക്കാണ് പോയത്. അടുത്ത ക്യാൻഡിൽ താഴേക്ക് വന്നപ്പോൾ പ്രീമിയം മേലേക്കാണ് പോയത്. അപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ബയേഴ്സ് ആക്റ്റീവ് ആണ് എന്നുള്ളത് ഉറപ്പായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, പതുക്കെ കയറിയിട്ട് പോയി. ഇന്നത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ഹൈ എന്താണോ ആ ലെവലിൽ പ്രീമിയം എത്തിയ സമയത്ത് എന്ത് ചെയ്തു, മാർക്കറ്റ് ഒന്ന് കറക്റ്റായിട്ട് റിജക്റ്റ് ചെയ്തു. അതായത് ഈ റിജക്ഷനാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഇന്നലെ എക്സ്പെക്ട് ചെയ്തായിരുന്നു മാർക്കറ്റ് ഇതിനകത്ത് നിൽക്കാം എന്നുള്ളത്, ഈ ഒരു സോണിനകത്ത് നിൽക്കാം എന്നുള്ളത്, അല്ലെങ്കിൽ വോളറ്റിലിറ്റി ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ ഇന്നലെ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കിയൊരു കാര്യമാണ്. അപ്പോൾ ഇനി നാളേക്ക് എങ്ങനെയാകും എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിരുന്നത് ഒരു വ്യൂ ഉണ്ടാക്കി വെക്കേണ്ട ഒരു കാര്യം. നാളെ മാർക്കറ്റിൽ എന്താവാമെന്നുള്ളത്. അപ്പം മാർക്കറ്റിൽ നിലവിൽ നിൽക്കുന്നത് എന്താണ്, ഒരു സൈഡ് വൈസ് എന്നുള്ളതാണ് ഡെയിലി ക്യാൻഡിൽ. ഇന്നത്തെ ക്യാൻഡിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഹൈലി ബുള്ളിഷ് ആയിട്ടുള്ള ഒരു സിനാരിയോയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നാളെ ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ കിട്ടുകയാണെങ്കിൽ, ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് മേലേക്ക് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ചെറിയ രീതിയിലുള്ള ക്വാണ്ടിറ്റികൾ, വലിയ ക്വാണ്ടിറ്റികൾ നമ്മളിപ്പോൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല മേലേക്ക് കോൾസെടുക്ക്. കാരണം ഒരു പുൾ ബാക്ക് എന്നുള്ള ലെവലിലാണ് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത്. മാർക്കറ്റ് റിവേഴ്സലായിട്ടില്ല. അപ്പം ചെറിയ രീതിയിലുള്ള ക്വാണ്ടിറ്റികൾ എന്ത് ചെയ്യാം, നമുക്ക് ഒന്ന് പ്ലാൻ ചെയ്യാം. ഈ ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, 23,250 വരെയൊക്കെ ടാർഗറ്റ് ചെയ്ത് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. വലിയ ഗ്യാപ്പ് അപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നില്ല. ഒരു പ്രൈസ് ആക്ഷൻ ഫോം ചെയ്തതിന് ശേഷം, ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു പ്രൈസ് ആക്ഷൻ ഫോം ചെയ്തിട്ട് ഈ ഒരു സോൺ ബ്രേക്ക് ഔട്ട് കിട്ടുന്ന സമയത്ത് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ എൻട്രികൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അതേപോലെ ഇപ്പം ഇവിടെ മാർക്കറ്റ് വന്നു, ഒരു നെഗറ്റീവ് ക്യാൻഡിലാണ് ഫസ്റ്റ് കാണുന്നത് വെച്ചാൽ ഫസ്റ്റ് ഒരു സെൽ ഓഫ് ചാൻസ് കൂടെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ നോക്കുന്നത്. കാരണം ഇതൊരു റെസിസ്റ്റൻസ് ആക്ട് ചെയ്യാൻ സാധ്യത ഉണ്ടായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് ഹാപ്പിലാണെങ്കിൽ ഒരു സെൽ ഓഫിനുള്ള സാധ്യതകൾ നോക്കുന്നുണ്ട്. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്യാം, ഒരു റിക്കവറി കാണിക്കാം എന്നുള്ളതുകൊണ്ട് തന്നെ പ്രൈസ് ആക്ഷൻ അനുസരിച്ചായിരിക്കും മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിലാണെങ്കിൽ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. ഇതേപോലെ നാളെ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നില്ല. ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ നാളത്തെ ട്രേഡ് മൊത്തത്തിൽ നമ്മൾ അവോയ്ഡ് ചെയ്യും. അപ്പോൾ നാളെ നമ്മൾ ചെയ്യുന്നത് ഫ്ലാറ്റ് ഓപ്പണിങ്ങിലും വലിയ ഗ്യാപ്പ് അപ്പിലും പ്രൈസ് ആക്ഷൻ അനുസരിച്ച് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. ഫ്ലാറ്റ് ആണെങ്കിൽ മേലേക്ക് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ട്രേഡ് ചെയ്യും, ഗ്യാപ്പ് അപ്പിലാണെങ്കിൽ പ്രൈസ് ആക്ഷൻ അനുസരിച്ച്. നിഫ്റ്റി ബാങ്കിന്റെ കേസിൽ ഏറ്റവും കൂടുതൽ ഇന്ന് മൂവ്മെന്റ് ഉണ്ടായത് മിഡ് ക്യാപ്പ് ആണ്. പിന്നെ നിഫ്റ്റി ബാങ്കിന്റെ കേസിൽ എന്തുണ്ടായിരുന്നു, സെയിം സിനാരിയോ ആണ് ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ ഒരു പാള് വന്ന സമയത്ത് നോക്കുക, അത്യാവശ്യം നന്നായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു പാള് ഉണ്ടായിട്ടുണ്ടായിരുന്നു നിഫ്റ്റി ബാങ്കിൽ. കാരണം ഇന്നലത്തെ ഹൈൻ്റെ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പാള് വന്നു. കറക്റ്റായിട്ട് 48,900 എന്നുള്ള ഈ ഒരു സപ്പോർട്ട് സോൺ മാർക്കറ്റ് എന്ത് ചെയ്തു, സപ്പോർട്ട് എടുത്തുകൊണ്ടും തിരിച്ച് റിക്കവർ ചെയ്യാണിത്. 1-2 മിനിറ്റ് കൊണ്ടാണ് ആദ്യം പറഞ്ഞ പാള് ഉണ്ടായത് എന്നുള്ളതാണ് അതിലും വലിയ അത്ഭുതം എന്ന് പറയുന്നത്. നാളെ നമുക്ക് എന്ത് ചെയ്യാം, ഡെയിലി ക്യാൻഡിലൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് മാർക്കറ്റ് കറൻ്റ്ലി മേലേക്ക് പോകാനുള്ള ഒരു സിനാരിയോ നിഫ്റ്റി ബാങ്കിലുണ്ട്. അപ്പോൾ നാളെ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് മേലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ നിഫ്റ്റിയിൽ പ്ലാൻ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക നിഫ്റ്റി ബാങ്കിലായിരിക്കും. 49,555 വരെയൊക്കെ എന്ത് ചെയ്യാം, മാർക്കറ്റ് മൂവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ 49,555 എന്നുള്ള ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു റെസിസ്റ്റൻസ് ആയിട്ട് കണക്കാക്കാമെന്നുള്ളതുകൊണ്ട് തന്നെ ഇതുവരെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാർക്കറ്റിൽ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഈ ഒരു സോൺ 555 മുതൽ 664 ഇടയ്ക്ക് വരെ മാർക്കറ്റ് വരാമെന്നുള്ളതുകൊണ്ട് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് മേലേക്ക് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യുന്നവർ കൂടി മേലേക്കുള്ള ട്രേഡ് പ്ലാൻ ചെയ്യും. അത് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് വെക്കുന്നത് 440, അത് കഴിഞ്ഞാൽ 450, അത് കഴിഞ്ഞാൽ 660 അല്ലെങ്കിൽ 670 എന്നുള്ള ലെവലിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാർഗറ്റ് ചെയ്യുന്നത്. ഗ്യാപ്പ് ഡൗണിൽ നാളെ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നില്ല. ചെറിയ കുറച്ച് പിന്നെ 48,700 വന്നാലും മാർക്കറ്റ് തിരിച്ച് കയറുമെന്നുള്ളതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നിഫ്റ്റി ബാങ്കിൻ്റെ കേസിൽ നാളെ ചെറിയ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിലും ഇതിൻ്റെ മുകളിൽ ഒരു പോസിറ്റീവ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു സോണിൻ്റെ മുകളിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, മേലേക്കുള്ള ട്രേഡ് പ്ലാൻ ചെയ്യാനാണ് പ്രോബിലിറ്റി കൂടുതൽ. നാളെ നമ്മൾ ഫുഡ് സൈഡ് ട്രേഡ് നിഫ്റ്റിയിൽ ഈ ഒരു ബാങ്ക് നിഫ്റ്റി ഈ ഒരു ലെവലിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല.
കുറച്ചും കൂടെ താഴെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ കാണിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ നമ്മൾ ഡൗൺ സൈഡ് ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ചെറിയ ഗ്യാപ്പ് ഡൗണിലും ഫ്ലാറ്റ് ഓപ്പണിങ്ങിലും ചെറിയ ഗ്യാപ്പ് അപ്പ് ആണെങ്കിലും നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ട്രേഡുകൾ മാത്രമാണ് പ്ലാൻ ചെയ്യുന്നത്. മറ്റുള്ള ട്രേഡുകളൊന്നും നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല. ഇതൊക്കെയാണ് നാളേക്കുള്ള നമ്മുടെ മാർക്കറ്റിൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.